എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കറി ഒരു സ്പെഷ്യൽ ചപ്പാത്തിക്ക് കറിയാണ്. അതിന് 2 ബീട്രൂട്ട്, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ഉരുളൻകിഴങ്ങ്, തക്കാളി ഒരെണ്ണം, സബോള ഒരെണ്ണം, 4 പച്ചമുളകും. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി നുറുക്കിയെടുക്കാം. ഉരുളൻകിഴങ്ങ് ഒരെണ്ണം എടുക്കുള്ളൂ. അത് നമുക്കതിൽ കുത്തി ഉടയ്ക്കാനുള്ളതാണ്. അത് സബോള അതേ കഷ്ണങ്ങളാക്കി നുറുക്കി. ഉരുളൻകിഴങ്ങ് നല്ല വലുതാക്കി എടുത്തിട്ടുണ്ട് 4 കഷ്ണം. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും 4 പച്ചമുളകും അതിലേക്ക്. ഇനിയിപ്പോൾ ഈ പച്ചമുളക് അതിൽ കീറി ഇടുക. അത് എരിവ് അനുസരിച്ച് ഞങ്ങളിപ്പോൾ അതിൽ 4 എടുത്തുണ്ട്. നല്ല എരിവുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഇത്തിരി വെള്ളം ഒഴിക്കുക, സ്റ്റീം അടിക്കുക, അടുപ്പത്ത് വയ്ക്കുക. പിന്നെ ഒരു തക്കാളി അത് ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് അത് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. ഒരു 2 പറ്റ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇത് കൂടി മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഈ ചപ്പാത്തി കറിക്ക് ഒരു 4 ചപ്പാത്തി കുഴയ്ക്കാം. അപ്പോൾ കുറച്ച് പൊടി എടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ടു, ഇത്തിരി വെള്ളം ഒഴിച്ച് ലൂസിൽ കുഴയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് പൊടിയിട്ട് ടൈറ്റാക്കുക. അപ്പോൾ ഞാൻ നനച്ചത് പാകമാണ്. അല്ലാന്ന് വെച്ചാൽ ടെമ്പറാവും. കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കാൻ പാടില്ല. കണ്ട ഇത്ര ലൂസ് വേണം ചപ്പാത്തി. അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് പരത്താം. വലിയ ഉണ്ടേന് കേട്ടോ, 2 ചപ്പാത്തി നമ്മൾ എടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് പൊടിയിലൊന്ന് മുക്കിയിട്ട് പിന്നെ നമുക്ക് പരത്താം. അപ്പോൾ ഒട്ടി പിടിക്കില്ല. വലിയ ചപ്പാത്തി ആയിട്ട് പരത്തിയെടുക്കും ചെയ്യാം. ചപ്പാത്തി പരത്തണ തട്ടുമ്പോൾ പൊടി അധികം ഇട്ടിട്ട് പരത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആ തട്ടിൽ പൊടി കരിഞ്ഞിരിക്കും. ഇപ്പോൾ വേണ്ട വലിയ ചപ്പാത്തിയായി കിട്ടി. ഇനി അതിൻ്റെ പൊടി കളയാനായിട്ട് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് അധികം കയ്യാമരാണ്ട് തട്ടി കൊടുക്കുക. അപ്പം ചപ്പാത്തി തട്ടിൽ അധികം പൊടി വരില്ല. ഇനി നമ്മുടെ കറി വെന്തു. അപ്പോൾ അതിനൊന്ന് ആ ഉരുളൻകിഴങ്ങിനെ കുത്തി ഉടച്ചു അടുപ്പത്ത് വെച്ച് ആ തക്കാളി ഇതരച്ചത് നമ്മളതിൽ ചേർത്തി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വേപ്പില, മല്ലിയില ഇടാം, കുറച്ച് മസാലപ്പൊടി ഇടാം. ഇനി അതിനെ കടുക് വെച്ച് ഒഴിച്ചു. ഇനി നമുക്ക് ചപ്പാത്തി വേവിക്കാൻ ഇടാം. തട്ട് നല്ല പോലെ ചൂടായിട്ട് വേണം ഇടാൻ. ചൂടാറി കഴിഞ്ഞാൽ അതിങ്ങനെ കല്ലയ്ക്കും. അപ്പോൾ നല്ലോണം ചൂടായിട്ട് ഇടുക. ഇട്ട വഴിക്ക് മറിക്കുക, വീണ്ടും മറിക്കുക, ചട്ടം കൊണ്ട് അമർത്തി പിടിക്കുക. അപ്പോൾ നല്ല പോള വരും. അപ്പോൾ ഇത് എണ്ണയില്ലാത്ത ചപ്പാത്തിന് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. കേട്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയും അതിന് പറ്റിയ നല്ല ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഉരുളൻകിഴങ്ങ് അധികം ഇല്ലാത്ത ബീട്രൂട്ട് അധികട്ട ചപ്പാത്തി കറി. അപ്പോൾ ഈ കറി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളൻകിഴങ്ങ് ഇട്ടത് കുത്തി ഉടയ്ക്കുക. അതുപോലെ തക്കാളി മിക്സിയിൽ അടിച്ചത് ഇടുക. അപ്പോൾ നല്ല കട്ടിയായി കിട്ടും ചാറ്.